ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകുമ്പോഴാണ് ആ വിഷയങ്ങൾ നമുക്ക് അനുഭവമാകുന്നത്. എന്നാൽ പല പ്രാവശ്യം ഒരു വിഷയത്തിൽ തന്നെ മനസ്സ് പോയി കഴിയുമ്പോൾ ആ വിഷയത്തിനോടൊരു സംഘമുണ്ടാവും. സംഘമുണ്ടായി കഴിയുമ്പോൾ ആ വസ്തു എനിക്ക് കിട്ടണം എന്നാൽ ആ വസ്തു എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് വേറൊരാൾ എടുക്കുകയാണെങ്കിൽ അയാളോട് എനിക്ക് ദേഷ്യം തോന്നുകയായി, ക്രോധമുണ്ടാകും. ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ സമനിലയൊക്കെ നഷ്ടപ്പെടും. പിന്നെ എന്താണ് പ്രവർത്തിക്കുക, എന്താണ് പറയുക എന്നൊന്നും അറിയാത്ത വിധത്തിലായിരിക്കും നമ്മുടെ പെരുമാറ്റം. ഇതിനെല്ലാം കാരണം എന്താ? ആ വസ്തുവിനോടുള്ള സംഘമാണ്. എന്നാൽ ഒരു വസ്തുവും നമുക്ക് സുഖദായകം അല്ല എന്ന് ബോധിച്ച് കണ്ട് കേട്ട് ആസ്വദിച്ച് ഇവിടെ നിന്നും പോകേണ്ടവരാണ് നാം. ഇവിടെ സ്ഥിരമായി ആരും താമസിക്കുന്നില്ല. ഒരു പാലം എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള ഇടമാണ്. ഇക്കരയുള്ളവരെ അക്കരയ്ക്കും അക്കരയുള്ളവരെ ഇക്കരയ്ക്കും കടത്തിവിടാനാണ് പാലം. ഈ പാലത്തിൽ ആരെങ്കിലും വീട് കെട്ടി താമസിക്കുമോ? ഒരിക്കലുമില്ല. അവിടെ സ്ഥിരമായി താമസിക്കാനുള്ള സ്ഥലമല്ല പാലം എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ഇഹത്തിൽ നിന്ന് പരത്തിലേക്കും പരത്തിൽ നിന്ന് ഇഹത്തിലേക്കുമുള്ള യാത്രയാണ്. ആ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു പാലം മാത്രമാണ് ഈ ലോകവും ലോകവസ്തുക്കളും. ലോകം എന്ന് പറഞ്ഞാൽ ആ വസ്തുക്കളെല്ലാം അതിൽ ഉൾപ്പെടും. അതിനാൽ ഇവിടെ സ്ഥിരമായി കൂടാൻ ആരും മോഹിച്ചാൽ അവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി. പ്രശാന്തി വേണമെങ്കിൽ അത് നമ്മൾ ആസ്വദിച്ചു കൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി. ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്ങെങ്ങും സമദൃഷ്ടിയായി. ആത്മാനന്ദത്തിൽ മുങ്ങിയിട്ട് എല്ലാത്തിനെയും നാം ഒരേപോലെ കാണാൻ പഠിക്കണം. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് നമ്മുടെ മനസ്സാകട്ടെ ചിലതിനോടൊക്കെ ഇഷ്ടം തോന്നി അതുമായി കൂട്ടുപോകും. ചിലതിനോടൊക്കെ അനിഷ്ടം തോന്നി അതിനെ ശത്രുവായി ദൂരെ മാറ്റുകയും ചെയ്യും. ഇതാണ് മനസ്സിൻ്റെ ഒരു സ്വഭാവം. ഈ സ്വഭാവം കണ്ടറിഞ്ഞ് ഈ ഒരു വസ്തുക്കളും നമുക്ക് ദ്രോഹമോ ഉപകാരമോ ചെയ്യുന്നവയല്ല. ഉപകാരമെന്നാൽ നമുക്ക് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ പല വസ്തുക്കളും നമുക്ക് ആവശ്യമാണ്. ആ ആവശ്യമായതിനെ ഇതിൻ്റെ നിലനിൽപ്പിനായി നാം ഉപയോഗിക്കേണ്ടതുമാണ്. ഇതിൻ്റെ നിലനിൽപ്പിന്, അതായത് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായ പല വസ്തുക്കളും ഇവിടെയുണ്ട്. ആ വസ്തുക്കളെ നാം വർജിക്കുകയും വേണം. അങ്ങനെ വേണം ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചു പോകാൻ. അതുകൊണ്ട് ഒന്നിനോടും അതിയായ വാത്സല്യമോ ഒന്നിനോടും അതിയായ വിരോധമോ നമുക്കുണ്ടാവരുത്. അതാണ് മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി. നമ്മൾക്കങ്ങനെ യാത്ര ഒഴുകാം. ജീവിതം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒരു നദി പോലെ. അതുപോലെ നമുക്ക് നമ്മുടെ കാലഘട്ടം, കുട്ടിക്കാലം കഴിഞ്ഞു. കുട്ടിക്കാലത്തിൽ നിന്നും കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും ഒരു യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി വേണം ഇതിനെ സമീപിക്കാൻ. കുട്ടിയാവുന്ന സമയത്ത്, കുട്ടിക്കാലത്ത് മനസ്സ് നിൽക്കില്ല, എത്രയും വലുതാവണം എന്നാണ്. ചെറിയ കുട്ടിക്ക് തോന്നും ഏട്ടനെ പോലെയോ ചേച്ചിയെ പോലെയോ ആകണമെന്ന്. വലുതായി കഴിയുമ്പോഴാണ്
ഉത്തരവാദിത്വം തലയിൽ കയറി വന്ന് വിഷമം വരുമ്പോൾ, ശാസന കിട്ടുമ്പോൾ ഒരു കുട്ടിയായാൽ എത്ര നല്ലതാണ്. ഒരിക്കലും അപ്പുള്ള അവസ്ഥ ആസ്വദിക്കാൻ ആർക്കും മാനസാന്നിധ്യം ഇല്ല. കുട്ടിക്ക് വലുതായാൽ സുഖമായി, വലിയവർക്ക് കുട്ടിയായാൽ എത്ര നല്ലതാണ്. ഏറ്റവും ജീവിതത്തിൽ സുവർണ കാലഘട്ടം കുട്ടിക്കാലമാണ്. അതുകൊണ്ട് ആ കുട്ടിക്കാലം എനിക്ക് കഴിഞ്ഞു പോയല്ലോ എന്ന് സങ്കടപ്പെടുന്നവരാണ് പലരും. കുട്ടിക്കാലം ഉണ്ടാകുമ്പോൾ അത് ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം, അത് പഠിപ്പിക്കണം രക്ഷിതാക്കൾ നമ്മെ. പക്ഷെ അവർക്കും ഇതറിയില്ല. നിർഭാഗ്യവശാൽ അവരും ഇപ്രകാരം തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അതിനാൽ നമ്മൾ അതാത് കാലത്തിൽ ജീവിച്ചു പോയാൽ കുട്ടിക്കാലത്ത് ബാല്യകാലത്ത് ചെയ്യേണ്ടതായ കൃത്യങ്ങൾ ഒന്നും നമുക്കറിയില്ല. അത് രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി മാത്രമാണ് നിർവഹിക്കുന്നത്. പിന്നീട് കൗമാരം വന്നു. പകുതി നമുക്ക് വിവേകവും പകുതി അവിവേകവുമായ കാലഘട്ടമാണ് ഈ കൗമാരക്കാലം. കൗമാരക്കാലം അവിവേകത്തിന് കൂട്ടുകുട്ടി വികാരങ്ങൾക്കും മനസ്സിനും അടിമയായിക്കൊണ്ട് ജീവിക്കുന്നു. പല അബദ്ധങ്ങളിലും പോയി ചാടുന്നു. അവിടെയും മാർഗനിർദ്ദേശം അനിവാര്യമാണ്. യൗവനത്തിലെത്തുമ്പോൾ ഒരാളുടെ ഉപദേശവും സ്വീകരിക്കുകയില്ല. ഞാൻ എല്ലാത്തിനും പ്രാപ്തിയായിരിക്കുന്നു. ആ അഹങ്കാരത്തിൻ്റെ തള്ളിച്ചയാൽ അബദ്ധങ്ങൾ പലതും ചെയ്യുന്നു. ജീവിതം പടുകുഴിയിൽ വീഴുകയും ചെയ്യുന്നു. ഇനി അതും കഴിഞ്ഞ് യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ കഴിഞ്ഞ കാലത്തെ ദുഃഖാനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ഒരിക്കലും അപ്പോഴുള്ള അവസ്ഥയെ ആസ്വദിച്ച് ജീവിക്കുന്നില്ല. ജീവിതം എന്നത് ആസ്വദിക്കാനുള്ളതാണ്. ഇവിടെ സ്ഥിരമായി എൻ്റേതാക്കാനോ കെട്ടിപ്പിടിക്കാനോ ഉള്ളതല്ല. എല്ലാം നാം ആസ്വദിച്ച് ഇവിടെ നിന്ന് തരണം ചെയ്ത് പോവേണ്ടവരാണ്. അതാണ് മനസ്സ് ഒന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി, ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ട്. ആത്മാനന്ദത്തിൽ മുങ്ങണം. എങ്ങനെയാണ് ആത്മാനന്ദത്തിൽ മുങ്ങുക? ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണെന്ന് ബോധിച്ച് ഓരോന്നിനെ കാണുമ്പോഴും നമ്മൾ ഇതെല്ലാം ഈശ്വരൻ്റെ ഘനീഭവിച്ച രൂപമാണെന്ന് ബോധിച്ച് ആ പരമാനന്ദത്തിൽ ജീവിക്കണം. ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്ങെങ്ങും സമദൃഷ്ടിയായി. എല്ലാ വസ്തുക്കളോടും നമുക്ക് ഒരേപോലെ വേണം. ഒന്നിനോട് ഇഷ്ടമോ മറ്റതിനോട് അനിഷ്ടമോ പാടില്ല. വസ്തുക്കളോട് മാത്രമല്ല, വ്യക്തികളോടും ജീവികളോടും ഒന്നിനോടും ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ സമദൃഷ്ടിയോടെ ഓരോന്നിനെയും കാണാൻ നമ്മൾ ശീലിക്കണം. സമദൃഷ്ടി വരണമെങ്കിൽ സർവത്തിലും അന്തര്യാമിയായിരിക്കുന്ന സർവേശ്വരനെ നാം അറിയണം. ഈശ്വരനാണ് സർവത്തിലും എന്ന് ബോധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമദൃഷ്ടി ഉണ്ടാകുന്നത്. മനസ്സൊന്നിലുമൊട്ടാതെ സഞ്ചരിക്കാം പ്രശാന്തനായി, ആത്മാനന്ദത്തിൽ മുങ്ങിക്കൊണ്ടെങ്ങെങ്ങും സമദൃഷ്ടിയായി.